ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സീതാദേവിയെ രാവണൻ അപഹരിച്ചതിന് ശേഷം വനാന്തരങ്ങളിലൂടെ അന്വേഷണവുമായി മുന്നേറുന്ന ശ്രീരാമനും ലക്ഷ്മണനും കബന്ധന്റെ നിർദ്ദേശപ്രകാരം ഋഷ്യമുഖ പർവ്വതത്തിലേക്ക് എത്തിച്ചേരുന്നതോടെയാണ് കിഷ്കിന്ധാകാന്ഡം ആരംഭിക്കുന്നത്. അവിടെ ഭയാശങ്കകളോടെ കഴിയുന്ന സുഗ്രീവനും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഹനുമാനുമായി ശ്രീരാമന്റെ ചരിത്ര പ്രസിദ്ധമായ സംഗമം നടക്കുന്നു. ഈ കൂടിക്കാഴ്ച വെറും സൗഹൃദത്തിന്റെ തുടക്കമല്ല, ധർമ്മത്തിന്റെ വിജയത്തിനും സീതാന്വേഷണത്തിനും രാവണവധത്തിനും വഴിയൊരുക്കുന്ന മഹത്തായ സഖ്യത്തിന്റെ പിറവിയാണ്. ഭക്തിയും വിശ്വാസവും സേവനവും ത്യാഗവും നിറഞ്ഞ ഈ കാണ്ഡം രാമായണത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവുകളിൽ ഒന്നായി മാറുന്നു. ശ്രീമദ് അധ്യാത്മ രാമായണം കിഷ്കിന്ധാകാന്ഡം ആരംഭം. പാരായണം ചെയ്യുന്നത് ശ്രീകുമാർ ദക്ഷിണേശ്വരൻ. കാണാം രാമകഥാ മാധുരി. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലുനി. ചൊല്ലുവേനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയൻ അവരജൻ തന്നോടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഭുല്ല പത്മകൽഹാര കുമുദ നീലോൽപലമണ്ഡിതം ഹംസകാരണ്ഡവഷട്പദ കോകില കുക്കുടകോയഷ്ടി സർപ്പസിംഹ വ്യാഘ്രസൂകരസേവിതം പുഷ്പലതാ പരിവേഷ്ടിത പാദപസൽഫലസേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനാർ. ഹനുമൽ സമാഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യമൂകാദ്രിപാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരഹം പുറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആധി കലർന്നു നടന്നടുക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും. സത്വരം മന്ത്രികളോടു കുതിച്ചു പാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിടിനാൻ. ആരീ വരുന്നതിരുവർ സന്നദ്ധരായി. നേരെ ധരിച്ചു വരിക നീ വേഗേന. ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ. അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ. വിക്രമമുള്ളവരെത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേഷം പൂണ്ടവരോടു വായുസുതാ ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിൽ. അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദ മന്ദസ്മേര സപ്ഞയാ
മിത്രമെന്നുള്ളതും എന്നോടു ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ. അഞ്ജനാപുത്രനും ഭർതൃപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം. ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി ഭാതി സദൈവമേ. വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്നിയെ വിശ്വൈക കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലെ വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണഗുണവാന്മാർ കർത്തും ജഗൽ സ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ. പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടു നിർണയം. മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമായണത്തിലെ മനഃശക്തിയുടെ ഏറ്റവും ഉജ്ജ്വലമായ പ്രതീകമാണ് ഹനുമാൻ. സ്വന്തം ശക്തിയെ മറന്നുപോയ ഹനുമാൻ ജാംബവാന്റെ ഓർമ്മപ്പെടുത്തലിലൂടെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് സമുദ്രലംഘനം നടത്തുകയും സീതാദേവിയെ കണ്ടെത്തുകയും ചെയ്തു. മനസ്സിലെ സംശയങ്ങളെ വിശ്വാസമാക്കി മാറ്റുമ്പോൾ അസാധ്യവും സാധ്യമാകുമെന്ന് ഹനുമാന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഭക്തി, ആത്മവിശ്വാസം, അചഞ്ചലമായ ലക്ഷ്യബോധം, പ്രതിസന്ധികളിൽ തളരാത്ത മനസ്ഥൈര്യം, ഇവയാണ് ഹനുമാന്റെ മനഃശക്തിയുടെ അടിത്തറ. അതുകൊണ്ട് തന്നെ ഹനുമാൻ ഒരു വീരപുരുഷൻ മാത്രമല്ല, മനസ്സിനെ കീഴടക്കിയ മഹായോഗിയുടെ പ്രതീകവുമാണ്. രാമായണത്തിലെ മനഃശക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ് യജ്ഞാചാര്യൻ പനയം രമേശ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. പവർ ഓഫ് മൈൻഡ് ഇൻ രാമായണ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. മഥനം ചെയ്യുന്ന മനസ്സുകൾക്ക് അക്ഷയഖനിയാണ് രാമായണം. സമ്പൂർണ്ണ മാനവരാശിയുടെയും സമ്പൂർണ്ണ വികാസത്തിനു വേണ്ടി ഭാരതീയ ഋഷിവര്യന്മാർ കണ്ടെത്തിയ സത്യങ്ങളെ വേദ ഇതിഹാസങ്ങളിലായി നമ്മൾക്ക് പകർന്നു തന്നു. ആദിമകാവ്യ കർത്താവായ ശ്രീ വാൽമീകി മഹർഷി 24,000 ശ്ലോകങ്ങളിലൂടെ മാനവരാശിക്ക് പകർന്നു തന്ന അക്ഷയഖനി പൗരാണിക കാലഘട്ടം മുതൽ ഇന്ന് ശാസ്ത്രയുഗത്തിൽ വന്നു നിൽക്കുന്ന ജനതയ്ക്ക് കുളിർമയായി ചൈതന്യമായി പ്രകാശം പരത്തിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് വലിയ ഒരു സത്യം തന്നെയാണ്. മനുഷ്യ മനസ്സ് ഭ്രാന്തനായ കുരങ്ങനെ പോലെ ആണ് എന്ന് ആദി ശങ്കരാചാര്യ സ്വാമികൾ പറയാറുണ്ട്. ആധുനിക ശാസ്ത്രവും പറയുന്നു മനുഷ്യൻ്റെ ചിന്തകൾ ചില വൈറസ് ബാധിച്ചതുപോലെയാണ് എന്ന്. ഒരു തടാകത്തിലേക്ക്
നിരന്തരം നമ്മൾ കല്ലുകൾ ഇട്ടുകൊണ്ടിരുന്നാൽ ആ തടാകത്തിൽ ഓളങ്ങൾ എപ്പോഴും അലയ ഒലിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് മനുഷ്യ മനസ്സിലേക്ക് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ചിന്തകളുടെ അതിപ്രസരം മൂലം മനസ്സ് ചഞ്ചലചിത്തമാകും. ആ ചഞ്ചലചിത്തമായ മനസ്സിനെ, ആ മനസ്സ് തന്നെ ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും ഒക്കെ നശിപ്പിക്കുവാനും തകർക്കുവാനും ജീവിതത്തെ നാശമടയ്ക്കുവാനുമുള്ള കരുത്തുണ്ട്. അതേപോലെ തന്നെ അമാനുഷികമായ കരുത്തും ആ മനസ്സിനുണ്ട്. കടന്നു ചെല്ലാത്ത മേഖലകളിലേക്കെല്ലാം ആ മനസ്സിന് നിർലോഭം കടന്നു ചെല്ലാൻ സാധിക്കും. അതിന് ചിന്തകൾ കുറയ്ക്കണം. മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ആ ഏകാഗ്രമായ മനസ്സ് ബുദ്ധിക്ക് സമർപ്പിതമാകുമ്പോൾ ആ മനസ്സുകൊണ്ട് അജയ്യമായ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കുമെന്ന് രാമായണത്തിലെ ആഞ്ജനേയസ്വാമിയുടെ കഥയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ് വാൽമീകി മഹർഷി ആഞ്ജനേയസ്വാമിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്, അർജുനൻ ചോദിക്കുന്നുണ്ട്, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലഭദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം എന്ന്. അല്ലയോ ഭഗവാനെ കൃഷ്ണ, മനസ്സ് ചഞ്ചലചിത്തമാണ്. അതിനെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് സാധ്യമല്ല. വായുവിനെ പിടിച്ചു കിട്ടുന്ന പോലെ ദുഷ്കരമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഭഗവാൻ അതിന് ഉത്തരം പറയുന്നു, അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. സാധ്യമല്ലെന്ന് പറയരുത്. നീ പറഞ്ഞത് ശരിയാണ് അർജുന, സാധ്യമല്ലെന്ന് പറയരുത്. എഫർട്ട് കൊണ്ട്, പരിശ്രമം കൊണ്ട് അത് സാധിക്കും എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഏകാഗ്രമായ മനസ്സ് ബാല്യകാലത്ത് തന്നെ ഹൃദിസ്ഥമാക്കിയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബാലകനായ ഹനുമാൻ സൂര്യദേവനെ പിടിക്കാനായിട്ട് സൂര്യമണ്ഡലത്തിലേക്ക് ഉയർന്നു എന്ന് പറഞ്ഞത്. ഈ ഒരു കഥ ആചാര്യന്മാർ മറ്റു രീതിയിൽ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ മനസ്സ് അതിനിർമ്മലമാണ്. അവരുടെ ചിന്തകളും ഒക്കെ ആകാശം മുട്ട വളരും. അപ്പോൾ ആ ആകാശം മുട്ട വളരുന്നതനുസരിച്ചുള്ള ചോദ്യാവലികളും നമ്മുടെ മുമ്പിലേക്ക് അവർ ഒരു മാലയായിട്ട് ഉതിർത്തുകൊണ്ടിരിക്കും. മുതിർന്നവർക്കത് ഇഷ്ടമല്ല. അപ്പോൾ ബുദ്ധിയില്ലാത്തവൻ, അറിവില്ലാത്തവൻ എന്ന രീതിയിൽ അത് വിലക്കും, വാക്കുകൾ കൊണ്ട് തടയും. അപ്പം മുതിർന്നവരെന്നിവിടെ ഉദ്ദേശിച്ചത് ഇന്ദ്രനാണ്. വാക്കെന്ന് പറയുന്നത് വജ്രായുധം ആണ്. അപ്പം നമ്മളുടെ കുട്ടികളുടെ മനസ്സിനെ, വിശാലതയെ വാനോളം വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് പ്രേരണ കൊടുക്കുകയാണ് വേണ്ടത്. രക്ഷകർത്താക്കൾ പറയാറുണ്ട് മക്കളുടെ കാര്യത്തിൽ ഇന്ദ്രനാകരുത് എന്ന്. കാരണം ഇന്ദ്രനാകരുതെന്ന് പറഞ്ഞത് ഇവിടെ തടസ്സം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ്. അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കലാണ്. നമ്മുടെ നിത്യജീവിതത്തിലേക്ക്, നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നേരായ പാതയിലൂടെ സുഖസമ്പൂർണമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടിയിട്ട് ഉള്ള പാതയൊന്നുമല്ല ആരുടെയും ജീവിതത്തിലുള്ളത്. കഠിനമായ പ്രതിസന്ധികളിലൂടെ തരണം ചെയ്തു പോകുമ്പോൾ അവയെല്ലാം തരണം ചെയ്തു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ളതൊന്നും അപ്പോൾ നമുക്ക് സഹായകമാകില്ല. മറിച്ചൊരു മോട്ടിവേറ്റർ, ഒന്ന് തലോടി, ഒന്ന് ഉണർത്തി, നമ്മുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒന്ന് ഉയർത്താൻ കഴിയുകയാണ് എങ്കിൽ ആ കഴിവുകളിലൂടെ അവനിലുള്ള അജയ്യമായ ശക്തി പ്രകടമാകുന്നത് നമുക്ക് ദൃശ്യമാകും. അങ്ങനെ മഹേന്ദ്രഗിരിയിൽ ആഞ്ജനേയസ്വാമി എത്തുന്നത്. ആ മഹേന്ദ്രഗിരിയിൽ വെച്ചിട്ട് ജാംബവാൻ എന്ന് പറയുന്ന മോട്ടിവേറ്റർ ആഞ്ജനേയസ്വാമിയെ ഉണർത്തി തൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കഥ രാമായണത്തിലൂടെ അവതരിപ്പിച്ചത്. ഇതുപോലൊരു മോട്ടിവേറ്റർ നമുക്ക് ആവശ്യമാണ്. വളരുന്ന തലമുറയ്ക്ക്, യുവത്വത്തിന് അവനിലുള്ള അപരിമേയമായ ശക്തിവിശേഷത്തെ കണ്ടെത്തുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അവനിൽ അത്ഭുതാകാരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള കരുത്ത് അവനിലുണ്ട് എന്ന് ബോധ്യം വരും. അത് മനസ്സിലാക്കിയതാണ് ഇന്നത്തെ ശാസ്ത്രലോകം. അത്ഭുതകരമായിട്ടുള്ള പല കർമ്മപദ്ധതികളും ലോകത്തിൻ്റെ നെറുകയിൽ നമ്മൾ അത്ഭുതത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അസാധ്യമാണ് എന്ന് മനുഷ്യൻ കരുതുന്ന ഏതൊരു കാര്യത്തിനും അത് വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 3 ഘടകങ്ങൾ ആവശ്യമാണ്. ഒന്ന്, കായിക ശക്തി, ഫിസിക്കൽ സ്ട്രെങ്ത്. 2, മാനസിക ശക്തി, മെൻ്റൽ സ്ട്രെങ്ത്.
3 ആധ്യാത്മിക ശക്തി, സ്പിരിച്വൽ സ്ട്രെങ്ത്. ഈ 3ഉം മനസ്സിലായപ്പോൾ, ഹൃദിസ്ഥമായപ്പോൾ, ശാന്തനായിരുന്ന അല്ലെങ്കിൽ ഒന്നും കഴിവില്ല എന്ന് കരുതിയിരുന്ന ആഞ്ജനേയന് അവൻ ആത്മവിശ്വാസം ഉണരുകയും ആ ആത്മവിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ ഉണർന്ന് തൻ്റെ രാമകാര്യാർത്ഥം ഏത് കാര്യവും നേടാനുള്ള കരുത്തെനിക്കുണ്ട് എന്ന് ബോധ്യമാവുകയും ചെയ്തതാണ് ആ മഹേന്ദ്രഗിരിയിൽ നമ്മൾ കാണുന്നത്. ജാമ്പവാന്റെ ധർമ്മത്തിലൂടെ ആത്മീയമായ ശക്തിയും മാനസികമായ കരുത്തും ബോധ്യപ്പെട്ടപ്പോൾ ആ കരുത്ത് അനുസരിച്ച് ശാരീരികമായ കായികമായ ശക്തിയും ഉയരുവാൻ തുടങ്ങി. അതാണ് ആ 3 ശക്തിയും കൂടെ ആഞ്ജനേയനിൽ പ്രകടമായപ്പോഴാണ് സീതാ അന്വേഷണത്തിനായിട്ട് സമുദ്രം തരണം ചെയ്യാനുള്ള കരുത്ത് ആഞ്ജനേയനിലേക്ക് വന്നത്. സീതാന്വേഷണം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, സീതാന്വേഷണം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിയെ സ്വീകരിക്കലാണ്, നേടലാണ് നമ്മൾ ഓരോരുത്തരും നടന്നുകൊണ്ടിരിക്കുന്നത്. നാം കാണുന്നതെല്ലാം ലക്ഷ്മി ദേവിയുടെ വിഭൂതികളാണ്. ആ ലക്ഷ്മി ദേവിയെ നമ്മൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ അമാനുഷികമായ കരുത്ത് നമ്മളിൽ ആർജിക്കാതെ സാധ്യമല്ല. ആ കരുത്ത് നേടുന്നതിനുള്ള വിദ്യയാണ് ആ മോട്ടിവേറ്ററിലൂടെ നമ്മൾക്ക് സാധ്യമാകുന്നത് എന്ന് പറയുകയാണ്. ഇത്തരത്തിൽ മാനസികമായ കരുത്ത് നേടുവാൻ വഴികാട്ടിയായി മുമ്പേ നടന്ന് കാണിച്ചു തന്ന രാമായണ കഥ ആഞ്ജനേയ സ്വാമിയിലൂടെ നമുക്ക് കാണാം. ആ കഥയാണ് സുന്ദരകാന്ഡത്തിലൂടെ നമ്മൾ കാണുന്നത്. കിഷ്കിന്ധാകാന്ഡം ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ അവസാനിക്കുന്നത് വരെ ആഞ്ജനേയ സ്വാമിയുടെ ചരിത്രമാണ് പറയുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഈ ഒരു വിഷയമാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ളത്. ലോകമാകെ മുഴങ്ങുന്ന ദിവ്യനാമമാണ് രാമനാമ താരകം എന്ന താരകമന്ത്രം. ജനനമരണ ചക്രത്തിൽ നിന്ന് ജീവനെ കരകയറ്റുന്ന നാമമായതിനാലാണ് അതിനെ താരകം എന്ന് വിശേഷിപ്പിക്കുന്നത്. ശ്രീരാമന്റെ നാമസ്മരണ മനസ്സിന് ശാന്തിയും ആത്മാവിന് ശക്തിയും ജീവിതത്തിന് ധാർമ്മികമായ വഴികാട്ടലും നൽകുന്നു. ഭക്തിയോടെ ഒരിക്കൽ പോലും ശ്രീരാം എന്നുച്ചരിക്കുന്ന ഹൃദയത്തിൽ പ്രത്യാശയുടെ പ്രകാശം ഉദിക്കും. അതുകൊണ്ട് തന്നെ യുഗങ്ങളായി സന്യാസിമാരും മഹാത്മാക്കളും ഭക്തജനങ്ങളും ഒരേ സ്വരത്തിൽ പാടുന്നു. രാമനാമം തന്നെയാണ് മോക്ഷത്തിലേക്കുള്ള എളിയ മാർഗം. ശ്രീരാമന്റെ കൃപയും അനുഗ്രഹവും ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യസ്തുതിയിൽ നമുക്കും ഭക്തിപൂർവം പങ്കുചേരാം. രാമാനന്ദത്തിൽ ദിവ്യ ടീച്ചറും കുട്ടികളും ഈ ശ്രീരാമസ്തുതിയുമായി നമുക്കൊപ്പം ചേരുന്നു. കാണാം. നമസ്തേ. മധ്യമാവധി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു സന്ധ്യാനാമമാണ് ശ്രീരാമസാഗരം പ്രേക്ഷകർക്കായി ഞങ്ങൾ ഇന്നിവിടെ ആലപിക്കുന്നത്. മധ്യമാവധി രാഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കളിയാട്ടം എന്ന ചലച്ചിത്രത്തിലൂടെ നമ്മളേവരും നെഞ്ചിലേറ്റിയ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് എന്ന മനോഹരമായ ഗാനമാണ്. അതുപോലെ തന്നെ കർണാടക സംഗീത ലോകത്ത് ഈ രാഗത്തിൽ തന്നെ ശ്രീ പുരന്ദരദാസർ ചിട്ടപ്പെടുത്തിയ വളരെ പ്രസിദ്ധമായ ഒരു കീർത്തനമാണ് ഭാഗ്യദ ലക്ഷ്മി ബാരമ്മ നമ്മമ്മനി സൗഭാഗ്യദ ലക്ഷ്മി ബാരമ്മ നമ്മമ്മനി സൗഭാഗ്യദ ലക്ഷ്മി ബാരമ്മ പ്രാർത്ഥനാ നിർഭരമായ ഈ രാമായണ സന്ധ്യാവേളയിൽ മധ്യമാവധി രാഗത്തിലുള്ള ഈ രാമകീർത്തനത്തിൽ നമുക്ക് അലിഞ്ഞു ചേരാം. രാമ രാമ രാമ
मुक्तिदायकम् रामकृष्ण वासुदेव भक्तिमुक्तिदायकम् राम 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 नाम तारकम् राम 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 नाम तारकम् रामकृष्ण वासुदेव भक्तिमुक्तिदायकम् रामकृष्ण वासुदेव भक्तिमुक्तिदायकम् राम 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 नाम तारकम् रामकृष्ण वासुदेव भक्तिमुक्तिदायकम् जानकी मनोहरं सर्वलोकनायकं जानकी मनोहरं सर्वलोकनायकं शङ्करादिसेव्यमान पुण्यनामकीर्तनम् शङ्करादिसेव्यमान पुण्यनामकीर्तनं जानकी मनोहरं सर्वलोकनायकं जानकी मनोहरं सर्वलोकनायकं शङ्करादिसेव्यमान पुण्यनामकीर्तनम् शङ्करादिसेव्यमान पुण्यनामकीर्तनं जानकी मनोहरं सर्वलोकनायकं शङ्करादिसेव्यमान पुण्यनामकीर्तनं पुण्यनामकीर्तनं राम 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 नाम तारकम् रामकृष्ण वासुदेव भक्तिमुक्तिदायकम् राम 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 नाम तारकम् रामकृष्ण वासुदेव वीरशूरवन्दितं रावणादिनाशकम् वीरशूरवन्दितं रावणादिनाशकम् आञ्जनेयजीवनामराजमन्त्ररूपकम् आञ्जनेयजीवनामराजमन्त्ररूपकम् वीरशूरवन्दितं रावणादिनाशकम् वीरशूरवन्दितं रावणादिनाशकम् आञ्जनेयजीवनामराजमन्त्ररूपकम् आञ्जनेयजीवनामराजमन्त्ररूपकम् वीरशूरवन्दितं रावणादिनाशकम् आञ्जनेयजीवनामराजमन्त्ररूपकम् राजमन्त्ररूपकम् राम 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 नाम तारकम् रामकृष्ण वासुदेव भक्तिमुक्तिदायकम् राम 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 नाम तारकम् रामकृष्ण वासुदेव भक्तिमुक्तिदायकम् रामकृष्ण वासुदेव भक्तिमुक्तिदायकम् रामकृष्ण वासुदेव भक्तिमुक्तिदायकम् ശ്രീരാമസാഗരത്തിൽ നാളെ ബാലി സുഗ്രീവ യുദ്ധം. സഹോദരന്മാരായ ബാലിയും സുഗ്രീവനും തമ്മിലുണ്ടായ വൈരമാണ് കിഷ്കിന്ധാകാണ്ഡത്തിന്റെ കേന്ദ്ര സംഭവം. ഭാര്യയെ നഷ്ടപ്പെട്ട് ദുഃഖത്തിലായിരുന്ന ശ്രീരാമന് സീതയെ കണ്ടെത്താൻ സഹായം വാഗ്ദാനം ചെയ്ത സുഗ്രീവൻ തന്റെ രാജ്യം തിരികെ നേടാൻ രാമന്റെ സഹായം അഭ്യർത്ഥിക്കുന്നു.
ധർമ്മത്തെ രക്ഷിക്കാൻ അധർമ്മത്തെ നാം ഇല്ലായ്മ ചെയ്യണം. ശ്രീരാമചന്ദ്രന്റെ മറ്റൊരു ദൗത്യം. നമുക്ക് നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.